ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു അമ്പരപ്പിക്കുന്ന വാർത്തയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ നേതാവ്, അദ്ദേഹത്തിന് അമേരിക്കയിലും കാനഡയിലും പൗരത്വമുണ്ട്. ഖാലിസ്ഥാൻ നേതാവ് പന്നുവിനെ വധിക്കാൻ ഇന്ത്യയുടെ ചില ഉദ്യോഗസ്ഥർ ഗൂഢശ്രമം നടത്തിയെന്ന ആരോപണം വരികയും അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നില്ല എന്ന പേരിൽ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ഏറ്റവും അത്യാധുനികമായ MQ അത്യാധുനിക ഡ്രോണുകളും ഒപ്പം തന്നെ സമുദ്രത്തിൽ പെട്രോളിംഗ് നടത്താനുള്ള വിമാനങ്ങളും, ഒരുപക്ഷെ യുദ്ധവിമാനങ്ങൾ തന്നെ പറയാം, വിമാനങ്ങളും നൽകുന്നത് അമേരിക്ക തടഞ്ഞിരിക്കുന്നു. അത് അത്യാവശ്യം അമ്പരപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഇന്ത്യയും അമേരിക്കയും അതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാലും ഒരു ഡാമേജ് കൺട്രോളിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പൗരത്വമുള്ള ഖാലിസ്ഥാൻ നേതാവ് പന്നുവിനെ അമേരിക്കയിൽ വധിക്കാൻ FBI ഏജൻറ്റിന് വലിയ തുക വാഗ്ദാനം ചെയ്തു. നിഖിൽ ഗുപ്ത എന്ന ആൾ, അദ്ദേഹത്തെ ഈ നിഖിൽ ഗുപ്തയെ ചെക്കോസ്ലോവാക്യയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിൽ നിന്ന് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിഖിൽ ഗുപ്തയെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് പുറത്തു വരുമെന്നൊക്കെയാണ് FBI ഭാഗത്തുനിന്നുള്ള സംസാരം. എന്തായാലും അമേരിക്കയുമായി ബന്ധപ്പെട്ട US കോൺഗ്രസിലെ അംഗങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് അല്ലെങ്കിൽ ഭരണകൂടത്തെ കൊണ്ട് ഈ വിൽപ്പന നിർത്തിവെപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ പേരിൽ വഷളാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഇന്ത്യ തയ്യാറാവുമെന്ന് ഉറപ്പാണ്. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം തകരാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. എന്നാൽ ഇന്ത്യയിൽ വലിയ വിഭജനവാദം ഉയർത്തുന്ന ഖാലിസ്ഥാൻ നേതാവിനെ പിന്തുണയ്ക്കാനും ഇന്ത്യ തയ്യാറാവില്ല. അപ്പോൾ പന്നുവിൻ്റെ കാര്യം വന്നതിൻ്റെ തൊട്ടു മുമ്പ് കാനഡയിൽ ഹർദീപ് സിംഗ് നിജാർ എന്ന നേതാവിനെ, ഖാലിസ്ഥാൻ നേതാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിന് പിറകെയാണ് അമേരിക്കയിലും ഇതുപോലെ വധശ്രമം നടന്നു എന്നുള്ള ആരോപണം വരുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാനഡയിലും അമേരിക്കയിലും നടന്ന പോലെ ഇന്ത്യക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരുടെ പ്രേരണപ്രകാരം പാകിസ്ഥാനിൽ 2 പേരെ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണവുമായിട്ട് പാകിസ്ഥാൻ അധികൃതർ രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാൻ ആരോപണം അമേരിക്കയോടും കാനഡയോടും ആരോപണം ഉന്നയിച്ചു ഇന്ത്യക്കെതിരെ. എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ പേരിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാനിൽ ഒരുപാട് സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ 14 വർഷത്തേക്ക് കൂടി ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. നേരത്തെ 3 വർഷത്തേക്കുള്ള ജയിൽ ശിക്ഷയുമായി അദ്ദേഹം ജയിലിലാണ്. അത് തോഷഖാന കേസിലാണ്. ഒരുപാട് ഗിഫ്റ്റ് വാങ്ങി വിദേശങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ലഭിച്ച സമ്മാനങ്ങളൊക്കെ അദ്ദേഹം തൂക്കി വിറ്റു, അല്ലെങ്കിൽ അദ്ദേഹം വലിയ വിലയ്ക്ക് വിറ്റു എന്നുള്ള ആരോപണത്തിൻ്റെ പേരിലാണ് 3 വർഷത്തെ. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ വിധി വന്നിരിക്കുന്നു. 14 വർഷത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, ഇമ്രാൻഖാൻ്റെ ഭാര്യ, 3ാമത്തെ ഭാര്യയാണ് ബുഷ്ര ബീവിയെയും ശിക്ഷിച്ചിരിക്കുന്നു 14 വർഷത്തേക്ക്. അതിൻ്റെ തലേ ദിവസം വേറൊരു കോടതി 10 വർഷത്തെ ശിക്ഷ ഇമ്രാൻഖാന് വിധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് അഴിമതിയുമായിട്ടും അതുപോലെ തന്നെ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്നുള്ള പേരിലുമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ പാക് അംബാസഡർ നൽകിയ രഹസ്യ രേഖ ചോർത്തി പരസ്യമാക്കി എന്നാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം. ഒരുപക്ഷെ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. ആ കേസിലാണ് പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ അധികാരത്തിൽ നിന്ന് പോകേണ്ടി വന്ന സന്ദർഭത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ അമേരിക്കയും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രേഖകൾ പുറത്തുവിട്ടത്. എന്നാലും പാക് സൈന്യം ഇമ്രാൻഖാന് മേലെ പിടിമുറുക്കിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കോടതി 3 കേസുകളിൽ വിധി വന്നിരിക്കുന്നത്. 3 കൂടി എടുത്താൽ 27 വർഷത്തെ ശിക്ഷ. എന്തായാലും ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു അല്ലെങ്കിൽ പോയി എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പോഴും ഏറ്റവും വലിയ ജനകീയ നേതാവ് ഇമ്രാൻഖാൻ തന്നെയാണ്. ഫെബ്രുവരി 8-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടി PTI, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന പാർട്ടി വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിലെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇമ്രാൻഖാന് 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഏറ്റവും ജനകീയനായ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ അട്ടിമറിച്ചാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. നവാസ് ഷെറീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഖാൻ
അധികാരത്തിൽ വന്നത്. ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ്. നവാസ് ഷെരീഫ് അഴിമതി കേസിൽ പെട്ട് മുൻ പ്രധാനമന്ത്രി കൂടിയാണ് നവാസ് ഷെരീഫ്. അദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹം തിരിച്ചു വന്നു, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ നവാസ് ഷെരീഫിന് കോടതി വിധി എതിരായിട്ടും അദ്ദേഹത്തിന് മത്സരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഫെബ്രുവരി 8 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ ഇമ്രാൻഖാൻ്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാനിലൊക്കെ നടക്കുന്ന സംഭവവാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനിടയിൽ അയൽരാജ്യമായ മാലദ്വീപിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ വിരുദ്ധനാണ്, ചൈനയ്ക്ക് അനുകൂലമായി സംസാരിച്ചു. ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിൽ വരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവർ വെച്ചിരിക്കുന്ന ഒരു ആവശ്യം പറയുന്നത് ഇന്ത്യയോടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും മാപ്പ് പറയണം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. കാരണം ഇന്ത്യയെ അവമാനിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം മാലദ്വീപിലേക്ക് വരുന്നത് കുറഞ്ഞു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധത കൊണ്ട് മാലദ്വീപിന് വലിയ നഷ്ടമുണ്ടായി. അതുകൊണ്ട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, പ്രതിപക്ഷം തിരഞ്ഞെടുത്ത അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ പരസ്യമായി ഈ പ്രസിഡന്റിൻ്റെ ആൾക്കാർ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി. അത് സംബന്ധിച്ച് വലിയ വാർത്തകളും വന്നിരിക്കുന്നു. എന്തായാലും മാലദ്വീപും പാകിസ്ഥാനൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗൗരവമായി ഈ സംഭവവാസങ്ങൾ കാണുകയാണ്.